Hi, good morning once again. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് അടുത്തൊരു പാർട്ട് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ. അപ്പം ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ്, അത് കഴിഞ്ഞ് അടുത്ത പാർട്ടിൽ സ്കോപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ വേരിയസ് ഫീൽഡ്സ്. ഇനി അടുത്ത് നമുക്ക് കാണാനുള്ളത് ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഓക്കെ, നമുക്ക് അതിലേക്ക് പോവാം. ഞാൻ സ്ലൈഡ് എടുക്കട്ടെ. മേജർ ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. Statistics studies only numeric facts. Statistics are numerical statements of facts. Qualitative characteristics like honesty, intelligence, etc. cannot be studied directly with the statistics. ഒരു കുട്ടിയുടെ മാർക്ക് അല്ലെങ്കിൽ അവൻ്റെ ഹൈറ്റ്, വെയിറ്റ് ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റഡിക്ക് വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാം. പക്ഷെ അവൻ്റെ ഹോണസ്റ്റി അല്ലെങ്കിൽ ട്രൂത്ത്ഫുൾനെസ് അല്ലെങ്കിൽ അവൻ്റെ ഈ ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് അതൊക്കെ നമുക്ക് ഇത് വെച്ച് അളക്കാൻ പറ്റുമോ? പറ്റില്ല. മനസ്സിലാക്കാണെന്ന് ഞാൻ വിചാരിക്കണം. സ്റ്റാറ്റിസ്റ്റിക്സ് ഡു നോട്ട് സ്റ്റഡി ഇൻഡിവിജ്വൽ കേസസ്. സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റഡീസ് ഓൺലി ന്യൂമറിക്കൽ ഫാക്ട്സ്. ഇറ്റ് ഡസ് നോട്ട് സ്റ്റഡി എനി പർട്ടിക്കുലർ യൂണിറ്റ്. If you deal with per capita income, it does not reveal the poverty and misery of the individuals. ഒരു പ്രദേശത്തെ ഒരു പഞ്ചായത്തിലെ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിലെ ആളോഹരി വരുമാനം ആണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ അത് 500 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നിലവാരമുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത് നമുക്ക് വിചാരിക്കാം. ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരെ നമുക്ക് വിചാരിക്കാം. പക്ഷേ അതിൽ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടായേക്കാം. അല്ലെ, മനസ്സിലായോ? ഇപ്പൊ കുറച്ച് പേര് പട്ടിണിയാണെങ്കിലും വേറെ കുറച്ച് പേർക്ക് വരുമാനം കൂടിയതിന്റെ പേരിലാണ് ആവറേജ് വരുമ്പോൾ ഈ 500 രൂപയുടെ വരുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഒരു എല്ലാവരുടെയും പ്രോവർട്ടി ലെവലല്ല, ഒരു മൊത്തത്തിലൊരു എക്സ്പ്ലനേഷനാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് നമുക്ക് പറ്റുള്ളൂ. ഇറ്റ് ഡസ് നോട്ട് സ്റ്റഡി എനി പർട്ടിക്കുലർ യൂണിറ്റ്. ഓക്കെ, അടുത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ റിസൾട്ട്സ് ആർ ട്രൂ ഓൺലി ഓൺ ആൻ ആവറേജ്. Law of statistics are not universally true like the laws of physics and chemistry. They are true only in general. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഗാഷ്യസ് ലോസ് പഠിച്ചിട്ടുണ്ട്, പോയിൽസ് ലോ, ചാൾസ് ലോ. അത് എല്ലാ കണ്ടീഷനിലും എല്ലായ്പ്പോഴും ഒരേപോലെ കറക്റ്റായിട്ട് ഒബേ ചെയ്യപ്പെടും. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മളിതിനെ ലോ എന്ന് പറയപ്പെടുന്നത്. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്കൽ ലോ എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് എന്താ പറയുക, മെജോറിറ്റി കേസിൽ അത് കറക്റ്റാണ്. ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കിയത് ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്തിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ലോ ഉണ്ടാക്കുന്നത്. പക്ഷേ 100% കേസിലും അത് ട്രൂ ആവണമെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. നേരത്തെ പറഞ്ഞത് മറ്റേ പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. അടുത്തത്, സ്റ്റാറ്റിസ്റ്റിക്സ് ഡു നോട്ട് റിവീൽ ദ എൻറ്റയർ സ്റ്റോറി ഓഫ് ദ പ്രോബ്ലം. മെനി ഫാക്ടേഴ്സ് ആർ അഫക്റ്റഡ് ബൈ സെവറൽ ഫാക്ടേഴ്സ് വിച്ച് ആർ ഇൻകാപ്പബിൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. ഒരു പ്രോബ്ലം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി നടത്തണമെങ്കിൽ അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവാം. എല്ലാം നമ്മുടെ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറിയിൽ കൊണ്ടുവരാൻ പറ്റില്ല. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്താനും നമുക്ക് സാധിക്കില്ല. Statistics is only one of the method of studying the problem out of several methods available. In some cases it fails. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം സ്റ്റഡി ചെയ്യാനുള്ള പല മാർഗങ്ങളിൽ ഒന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അത് എല്ലാ കേസിലും വിജയിച്ചോളണമെന്നില്ല. Then statistics can be misused. In reality, statistical methods can be properly used only by trained people. It requires skill and experience to draw sensible conclusions from the data. Otherwise, one can draw any conclusion he likes. ഞാൻ സമയം പോകില്ല, ചെറിയൊരു കഥ പറയാം. ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സിൽ കഥ പറയുന്നത് പ്രാക്ടിക്കൽ അല്ല, കാരണം നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഡേറ്റ കൂടുതൽ പോകും. എന്നാലും ജസ്റ്റ് ഇതിനോട് റെലവൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ്, ജസ്റ്റ് കേട്ടോളൂ. ഈ സാധാരണ ഇന്നസെൻ്റ് ആയിട്ടുള്ള സർദാർജിമാരെ, നമ്പൂതിരിമാരെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ കഥകൾ പറയാറ്. എന്താ കാരണം അവർ വളരെ ഇന്നസെൻ്റ് ആണ്, വളരെ റീസണബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ പാവങ്ങളാണ്, പെട്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ സാധിക്കും. സർദാർജിമാരുടെ കഥകളൊക്കെ നിങ്ങൾ ഓർമ്മയുണ്ട്. എനിവേ, ഇതാണ് ഒരിക്കലും നമ്പൂതിരി ഒരു ആടിനെ കൊണ്ട് ചന്തയിൽ കൊണ്ടുവരുന്നതിന് വിൽക്കാനായിട്ട്. ഓക്കെ, വഴിക്ക് കുറച്ച് കള്ളന്മാർ ഇത് കണ്ടപ്പോൾ അവർ പ്ലാൻ ചെയ്തു നമ്പൂതിരിയിൽ നിന്ന് ഈ ആടിനെ എങ്ങനെയും തട്ടിയെടുക്കണം. അപ്പോൾ അവർ ചെയ്ത സൂത്രം എന്താ? ആദ്യം തന്നെ നമ്പൂതിരിയെതിരെ ഒരുത്തം വന്നു. എന്താ തിരുമേനി ഈ പട്ടിനെയും കൊണ്ട് കഴുത്തിൽ കയറിട്ട് കൊണ്ട് പോകുന്നത് എവിടേക്കാ? അപ്പോൾ എന്ന് അയാൾ ചോദിച്ചപ്പോഴും നമ്പൂതിരി കളിയാക്കി. എന്താ
ഇത് പട്ടിയ, എപ്പിയൻ, ഇത് ആടാണെന്ന് ഏത് മറ്റവനും അറിയാന്നൊക്കെ പറഞ്ഞ് കളിയാക്കി വിട്ടു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വേറൊരുത്തനെതിരെ വന്നു. അവനും ചോദിച്ചു, എന്താ തിരുമേനി ഈ പട്ടിനെയും കൊണ്ട് കയറിട്ട് കൊണ്ടുപോകുന്നേ? അപ്പൊ അവനെയും കളിയാക്കി. നമ്പൂതിരിക്കൊരു സംശയം, ഇത് ഈ ആടറ പട്ടി എനിക്ക് തോന്നുന്നതാണോ? ഇനി അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞ് വേറെ സ്ഥലത്ത് ഈ ഒരു മൂന്നാമൻ ഓപ്പോസിറ്റ് വന്ന് അവരോട് ചോദിച്ചു, നമ്പൂതിരി തിരുമേനി എന്താ ഈ പട്ടിനെയും കൊണ്ട് പോകണേ? അപ്പൊ മൂന്നാമതൊരാളെ കൂടി ചോദിച്ചപ്പോഴും നമ്പൂതിരിക്ക് ഏകദേശം ഉറപ്പായി, എനിക്ക് തെറ്റ് പറ്റിയത് പട്ടിനെയാണെന്ന് നമ്പൂതിരിക്ക് തോന്നി. നമ്പൂതിരി അതിനെ കയറഴിച്ചു വിട്ടു, ചന്തയിലേക്ക് പോകണ്ടെന്ന് വെച്ചു. കയറഴിച്ചു വിട്ട ആ ആടിനെ മറ്റുള്ളവർ തട്ടിയെടുത്ത് അവര് അതിനെ അകത്താക്കി എന്നാണ് കഥ. അപ്പൊ ഇവിടെ ഈ നമ്പൂതിരി ഇവിടെ അപ്ലൈ ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്സാ. എന്താ, 3 പേരൊരു സാധനത്തിനെ പട്ടി എന്ന് പറയുന്നു, നമ്പൂതിരിക്ക് മാത്രമേ തോന്നിയുള്ളൂ. അപ്പൊ കൂടുതൽ പേര് ഇത്ര പറയണമെങ്കിൽ അത് ശരിയാവുമല്ലോ എന്നാണ് നമ്പൂതിരി ചിന്തിച്ചത്. നമ്പൂതിരിക്ക് മാത്രമേ അത് ആടായിരുന്നെങ്കിലും നമ്പൂതിരിക്ക് മാത്രമേ അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രെയിൻഡ് പീപ്പിള് അല്ലെങ്കിൽ ട്രെയിൻഡ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ മാത്രമേ ഒരു കൺക്ലൂഷൻ ഡ്രോ ചെയ്താൽ അത് കറക്റ്റ് ആവണമെന്നുള്ളൂ. അല്ലാത്ത കേസിൽ പലപ്പോഴും നമ്മളെ മിസ്യൂസ് ചെയ്യും, അത് മിസ്കൺസെപ്റ്റ് ഉണ്ടാക്കും. ഓക്കെ, പക്ഷെ മനസ്സിലായല്ലോ, സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി മിസ്യൂസ്ഡ്. Statistics is only means and not a solution. ഓക്കെ, അതൊരു വഴി പഠിക്കാനുള്ള ഈ ഒരു എൻക്വയറിയിലേക്ക്, അല്ലെങ്കിൽ ഒരു എൻക്വയറി എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലത്തെ പഠിക്കാൻ പറ്റിയ ഒരു വേ ആണ്, അതൊരു സൊല്യൂഷൻ അല്ല. Some are of the opinion that statistics are only a means in the solution of any problem. It's not a solution to the problem. Okay, are only a means in the solution of പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിന് വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുക. അതുകൊണ്ട് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, സൊല്യൂഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, സൊല്യൂഷൻ എന്താ ഉണ്ടാക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത് പറയുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി. നോക്കൂ, എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി? Statistical inquiry implies the search for knowledge about some problem through statistical devices. Statistical investigation means the investigation carried out by any agency wherein relevant data are collected and they are analyzed with the help of different statistical methods. These analyses enable the investigator to arrive at a certain conclusions. അപ്പോൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു പ്രോബ്ലം നമ്മുടെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ, പോവർട്ടിയോ ഇലിറ്ററസിയോ അങ്ങനെ എന്തോ ആവട്ടെ, അതിനെപ്പറ്റി പഠിക്കാൻ നമ്മൾ പഠിക്കാനായിട്ട് നമ്മളൊരു എന്താ പറയുക, ഒരു മെത്തേഡാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ അതിന് വേണ്ട അനുബന്ധ സാമഗ്രികൾ, ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യും, അത് ഇന്റർപ്രറ്റ് ചെയ്യും, ക്ലാസിഫൈ ചെയ്യും. അങ്ങനെ വരുമ്പോൾ അതിനൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി എന്ന് നമ്മൾ വിളിക്കാം. ഓക്കെ, ഇതുവഴിയാണ് ആ ഇൻവെസ്റ്റിഗേറ്റർക്ക് ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കാൻ സാധിക്കും. Various stages in statistical inquiry are planning the statistical inquiry, collection of data, third one organization of data, fourth one presentation of the organized data, fifth one analyzing the presented data, sixth one interpretation of the present data and forecasting. അങ്ങനെ 6 സ്റ്റേജ് ആണ് ഇതിനുള്ളത്. നോക്കി, പ്ലാനിങ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി, കളക്ഷൻ ഓഫ് ഡേറ്റ, ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ, presentation of the organized data, analyzing the presented data, interpretation of the present data and forecasting. ഇത് 1 by 1 ആയിട്ട് നമുക്ക് കാണാനുണ്ട്. ഇത് നിങ്ങൾക്ക് അസൈൻമെന്റ് ഒരു പാർട്ടാണ്. പ്രധാനപ്പെട്ട ആശയങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയും, എല്ലാം ഇല്ല, ബാക്കിയുള്ളത് നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് തരികയാണ് ചെയ്യുക. അത് ഞാൻ വേറെ ക്ലാസ്സിൽ തരാം. ഓക്കെ, എന്താണ് പ്ലാനിങ്? Before collection of data, a statistician must prepare a plan for the collection of the data. The first thing is to be observed by the investigator is whether the problem under study is capable of quantitative expression. Having verified this, the other things to be considered are object and scope. First one, object and scope. അതായത് സ്റ്റാറ്റിസ്റ്റിഷ്യൻ എൻക്വയറി പ്ലാൻ ചെയ്യുമ്പോൾ അത് നമുക്കിവിടെ ആപ്ലിക്കബിൾ ആണോ, സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് സ്റ്റഡി ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ധാരണ ആദ്യം ഉണ്ടാവട്ടെ. മറ്റു കാര്യങ്ങൾ ഇതൊക്കെയാണ് ഒബ്ജക്റ്റ് ആൻഡ് സ്കോപ്പ്. The statistician must decide the purpose for which the data are to be collected, scope of inquiry limits, the extent of information to be collected, geographical area to be covered, type of inquiry to be adopted, time taken for the completion of the inquiry. അങ്ങനെ ഒബ്ജക്റ്റ് ആൻഡ് സ്കോപ്പിൽ പ്രധാനമായിട്ട് 4 ഭാഗങ്ങളാണ് വരുന്നത്.
അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി എന്തിനു വേണ്ടി നടത്തണേ, അതുകൊണ്ട് എന്തൊക്കെ മെച്ചം ഉണ്ടാവും ആ ഏരിയയിൽ. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ, എന്തൊക്കെ ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യണം, ഏത് ഏരിയയിൽ കളക്ട് ചെയ്യണം. ചിലപ്പോൾ ഒരു പഞ്ചായത്ത് മതിയാവും, ചിലപ്പോൾ പഞ്ചായത്ത് ഒരു വാർഡ് മതിയാവും, ചിലപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റ് വേണ്ടി വരും, ചിലപ്പോൾ സ്റ്റേറ്റ് ആവും, ചിലപ്പോൾ ഇന്ത്യ മഹാരാജ്യം മുഴുവനോ മറ്റോ. മനസ്സിലായേ? അതിന്റെ വാസ്റ്റസ് ഇങ്ങനെ കൂടി വരും. എന്ത് എൻക്വയറി നടത്തുന്നതെന്ന് പലതരത്തിൽ വരും. ഈ സാമ്പിളിങ്ങും സെൻസസും ഉണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം. 2 തരത്തിലെ എൻക്വയറി. ടൈം ടേക്കൺ ഫോർ ദ കംപ്ലീഷൻ ഓഫ് എൻക്വയറി. ഒരു മാസത്തിനുള്ളിൽ തീർക്കണോ, ഒരാഴ്ചയുള്ളിൽ തീർക്കണോ, 2 ദിവസത്തിനുള്ളിൽ തീർക്കണോ, അപ്പൊ അതനുസരിച്ച് നമുക്ക് സൗകര്യങ്ങൾ കൂട്ടാം. രണ്ടാമത്തെ, സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ. Source of information from which data to be collected are primary data. Primary data means data collected for the first time by the investigator itself. Investigator, statistician നേരിട്ട് കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ് ഇത് പ്രൈമറി ഡേറ്റ. സെക്കൻഡ് വൺ, സെക്കൻഡറി ഡേറ്റ. Those data that have already been collected by others and which are usually available in journals and magazines. ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള, മറ്റുള്ളവർ കളക്ട് ചെയ്ത, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, ഒന്നിച്ച് ഉപയോഗിക്കാൻ പറ്റിയ പല രേഖകളാണ്, പല ഡേറ്റയാണ് സെക്കൻഡറി ഡേറ്റ എന്ന് പറയും. അങ്ങനെ ഡേറ്റ 2 തരത്തിലാണ്. ഏതാ? പ്രൈമറി ഡേറ്റ, സെക്കൻഡറി ഡേറ്റ. നമുക്ക് അസൈൻമെന്റിലൊക്കെ വരും, പറയാം. കളക്ഷൻ ഓഫ് പ്രൈമറി ഡേറ്റ ഇൻവോൾവ്സ് മച്ച് ടൈം ആൻഡ് എക്സ്പെൻസ് ബട്ട് ഇറ്റ് yields ബെറ്റർ ഇൻഫർമേഷൻ. സെക്കൻഡറി ഡേറ്റയ്ക്ക് ചിലവൊന്നുമില്ല, അവരുടെ എളുപ്പത്തിൽ കഴിയും, പക്ഷെ അതിന്റെ റെലവൻസ് കുറച്ച് കുറയും, അല്ലെങ്കിൽ ആക്യുറേറ്റ് എന്ന് പറയാം, ട്രസ്റ്റ്വർത്തി ആവണമെന്നില്ല. ടൈപ്പ് ഓഫ് എൻക്വയറി. Selection of type of inquiry depends upon a number of factors like object and scope of inquiry, availability of time, money and facilities. Okay, inquiry either. An inquiry may be census or sample, original or repetitive, direct or indirect, open or confidential, general purpose or special purpose. ഇങ്ങനെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാം ഒരു എൻക്വയറിനെ. എന്താ സെൻസസ്, എന്താ സാമ്പിൾ നമ്മൾ കാണും, എന്താ ഒറിജിനൽ, എന്താ റിപ്പറ്റേറ്റീവ്, എന്നീ തരത്തിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. തൽക്കാലം ടൈപ്പ് ഓഫ് എൻക്വയറി ഈ 5 തരത്തിൽ ഏത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. 5 തരത്തിൽ 2 തരം 5 ടൈപ്പാണ്, അതിൽ 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഇനി എന്താണ് സെൻസസ് ആൻഡ് സാമ്പിൾ എന്ന് പറയുന്നത്? സെൻസസ് എൻക്വയറി is the one in which all the units connected with the problem are conveyed, while in sample survey only some selected representative units are studied. മനസ്സിലാക്കാന്ന് വിചാരിക്കുന്നു. സെൻസസ് നമ്മൾ ഈ ഒരു 10 വർഷം കൂടുമ്പോൾ സ്ഥിതിവിവര കണക്കെടുക്കാറുണ്ട്, ഇല്ലേ? സെൻസസ് 2011 ലാസ്റ്റ് സെൻസസ് നടന്നതിൻ്റെ ഓർമ്മ. 2021 നടക്കുമായിരിക്കും. അതിന്റെ വർക്കുകളൊക്കെ തുടങ്ങി. ഇപ്പൊ ഈ NPR ചെറിയ പ്രശ്നങ്ങൾ എൻ്റെ പേരിൽ തൽക്കാലം നിർത്തി വെച്ചേക്കെന്ന് പറയുന്നു. 2-3 വർഷം മുമ്പ് തുടങ്ങുന്നത്. അപ്പൊ സെൻസസ് എന്ന് പറഞ്ഞാൽ ആ ഏരിയയിൽ, ജിയോഗ്രഫിക് ഏരിയയിൽ പെട്ട എല്ലാവരെയും കളക്ട് ചെയ്തുകൊണ്ടാണ്, എല്ലാവരിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ട് സെൻസസ്. അതിൽ ഒന്നിനെ പോലും നമ്മൾ വിടില്ല. ഒരു ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ ആവറേജ് മാർക്ക് കണക്കൂട്ടണമെങ്കിൽ എന്ത് വേണം? 51 പേര് ക്ലാസ്സിലുണ്ടെങ്കിൽ 51 പേരും മാർക്ക് എടുത്തിട്ട് മാത്രമേ അതിന്റെ ആവറേജ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അപ്പൊ അത് എല്ലാ യൂണിറ്റ്സും അതിൽ ഉൾപ്പെടും. എല്ലാ കുട്ടികളാണ് അടുത്ത യൂണിറ്റ്സ്. അപ്പൊ അതിന്റെ ആവറേജ് എടുത്ത് വരുമ്പോൾ ആ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ സെൻസസ് ആണ്, എല്ലാവരുടെ മാർക്കും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷെ സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സെലക്ടഡ് മെമ്പേഴ്സിനെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് സാമ്പിളിംഗ്. നമ്മുടെ ഈ ഗാലപ്പോള് ഇലക്ഷൻ സമയത്ത് നടന്ന ഗാലപ്പോളുകൾ, അഭിപ്രായ സർവേകൾ, വോട്ടെടുപ്പുകൾ, അല്ലേ? നിങ്ങൾക്കറിയാം ഗാലപ്പോൾ എന്ന് പറഞ്ഞാൽ, ഇല്ലേ? അപ്പൊ അതിൽ ഇന്ന പാർട്ടി ജയിക്കും. പലപ്പോഴും ശരിയാവാറുണ്ടല്ല, ഇപ്പോൾ ശരിയായിക്കൊള്ളുന്നില്ല. അതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്, അതിന്റെ കാരണങ്ങളുണ്ട്. നമുക്ക് തൽക്കാലം ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ സാമ്പിളിങ്ങിന് എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സിറിഞ്ച് ഉപയോഗിച്ച് വളരെ കുറച്ച് ബ്ലഡ് മാത്രം ഡ്രോ ചെയ്ത് അത് മാത്രം ടെസ്റ്റ് ചെയ്യുന്നു. അതിനെ കുറിച്ച് എല്ലാ ബ്ലഡും ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അങ്ങനെ മനുഷ്യന്റെ ആഫീസ് കൂട്ടിപ്പോകും. അല്ലെങ്കിൽ നമ്മൾ ഈ അരി വേവിക്കുമ്പോൾ, ചോറ് വേവിക്കുമ്പോൾ അരിയുടെ വേവ് പരിശോധിക്കാൻ എല്ലാ അരിയും എടുത്ത് ഞെക്കി നോക്കും. എന്തോന്ന് അറിയാൻ? ഇല്ല. അതിൽ നിന്ന് ഒരെണ്ണെടുത്ത് 1-2 അരി മേടിച്ച് ഞെക്കി നോക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ വേവ്. അതാണ് സാമ്പിളിങ്. ഒരു സെലക്ടഡ് മെമ്പറിനെ, റെപ്രസെന്റേറ്റീവ്സിനെ മാത്രം സ്റ്റഡി ചെയ്യുമ്പോഴാണ് എന്താ പറയുക സാമ്പിളിങ് എന്ന് പറയാം. സെൻസസ് എന്ന് പറയുന്ന എല്ലാതും ഉൾപ്പെടുന്ന കേസിലാണ്, എല്ലാ യൂണിറ്റ്സും ഉൾപ്പെടുത്തി സെൻസസ് മനസ്സിലാക്കാണെന്ന് വിചാരിക്കും. ഒറിജിനൽ ഓർ റെപ്പറ്റേറ്റീവ് എൻക്വയറി. An original inquiry is the one in which it is conducted for the first time, and a repetitive inquiry is the one which is carried out in continuation of previous inquiries. വളരെ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒറിജിനൽ എൻക്വയറി എന്ന് വെച്ചാൽ ഒരു എൻക്വയറി, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ കളക്ഷൻ ഫസ്റ്റ് ടൈം നടത്തുമ്പോഴാണ് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഒറിജിനൽ എൻക്വയറി. ഇനി ഒരു എൻക്വയറി നടന്ന് അത് ചിലപ്പോൾ എന്തെങ്കിലും പോരായ്മകളുണ്ട് തോന്നി വീണ്ടും നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വീണ്ടും നടത്തുമ്പോഴാണ് അതിനെ റെപ്പറ്റേറ്റീവ് എൻക്വയറി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എററോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷനൊക്കെ വേണമെന്ന് തോന്നി കഴിയുമ്പോൾ
അതിന് കൂടെ ചേർന്ന് നടത്തുന്ന ഒരു സ്റ്റഡിയാണ് repetitive enquiry. In direct or indirect enquiry, direct enquiries are those in which the data are capable of quantitative expression, whereas indirect enquiries are those in which the problem is not capable of quantitative measurement directly. Direct enquiries are those in which the data are capable of quantitative expression, whereas indirect enquiries are those in which the problem is not capable of quantitative measurement directly. അത് മനസ്സിലായല്ലോ. ഇപ്പം മാർക്ക്, ഒരാളുടെ വെൽത്ത്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് മെഷർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരാളുടെ കയ്യിലുള്ള മാർക്കിൻ്റെ കേസ് ആണെങ്കിൽ ഒരാൾക്ക് ഓരോ സബ്ജക്റ്റിൻ്റെ മാർക്ക് കൃത്യമായിട്ട് ചോദിച്ചറിയാൻ പറ്റും. അപ്പോൾ അത് ഡയറക്റ്റ് എൻക്വയറിയാണ്. ഇനി അല്ലെങ്കിൽ ഡയറക്റ്റ് എൻക്വയറി പറ്റാത്ത ചില കേസുകളിൽ നമ്മൾ എന്താ പറയുക, ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ് നമുക്ക് പറ്റില്ല. അപ്പം നമ്മളതിനെ ഇൻഡയറക്റ്റ് എൻക്വയറി ആയിട്ട് നടത്തും. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? കൃത്യമായിട്ടുള്ള എക്സാമ്പിൾ പറയുമ്പോൾ എന്താ പറയുക, ഒരാളുടെ ഹോണസ്റ്റി എങ്ങനെ മെഷർ ചെയ്യാം? ഹോണസ്റ്റിക്ക് നമുക്ക് യൂണിറ്റ് ഇടാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അതിൽ ഇൻഡയറക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നറിയോ? ഒരാൾക്ക് ഒരു പൈസ, ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കി, ഒരാൾക്ക് വഴിയിൽ നിന്ന് കുറച്ച് പൈസ കിട്ടി, ഒരാളിൽ നിന്ന് വീണ് പോകുന്നു കണ്ടു, നിങ്ങളത് തിരിച്ചു കൊടുക്കോ ഇല്ലയോ? അപ്പം നമ്മൾ തിരിച്ചു കൊടുക്കുമെന്നാണെങ്കിൽ അതവന് ഹോണസ്റ്റി ഉണ്ട്, കൊടുക്കില്ല എന്നാണെങ്കിൽ ഹോണസ്റ്റി ഇല്ല. ആ രീതിയിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെ ഇൻഡയറക്റ്റ് സർവേകൾ, ഹോണസ്റ്റി ഇൻഡയറക്റ്റ് ആയിട്ട്, ഹോണസ്റ്റി അല്ലെങ്കിൽ ഇൻ്റലിജൻസ്, ഇതൊക്കെ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻ്റലിജൻസ് ഡയറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതിന് ചില ക്വസ്റ്റ്യൻസ്, ചില ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് ഇൻഡയറക്റ്റ് മെഷർമെന്റ് ആണ് അത്. ഹൈറ്റ് ക്യാൻ ബി മെഷർഡ് ഡയറക്ട്ലി ആൻഡ് ഇന്റലിജൻസ് കനോട്ട് ബി ഡയറക്ട്ലി മെഷർഡ്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. ഇന്റലിജൻസ് ഉപയോഗിക്കാൻ നമുക്ക് വേറെ ടെക്നിക്സ് ഉപയോഗിക്കും. ഈ ഓപ്പൺ ആൻഡ് കോൺഫിഡൻഷ്യൽ എൻക്വയറി. An open inquiry is the one which details of which are not kept secret. Details ഒക്കെ നമ്മൾ പുറത്തു വിടും. But confidential inquiry is the one in which the details are confined only to their members. അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിൻ്റെ റിസൾട്ടുകൾ അറിയുള്ളൂ. അപ്പോൾ ഈ കൊറോണ കാലത്ത് ഈ നാട്ടിലെ ആർക്കൊക്കെ കൊറോണ ഉണ്ടെന്ന് സർവേ നടത്തുകയാണെങ്കിൽ ആർക്കൊക്കെ അസുഖം ഇല്ല എന്നുള്ളത്, ആർക്കൊക്കെ അസുഖം ഉണ്ട് എന്നുള്ളത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ സർക്കാർ വരെ പുറത്തു വിടുന്നില്ല. പബ്ലിഷ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ടാവാം, സമൂഹത്തിൽ അവർ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെ. ഇപ്പോൾ സംസ്കാരം നടത്തുന്ന കേസ് അവിടെ ഈ മൃതദേഹം സംസ്കരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടു. ആൾക്കാർ ചിന്താഗതികളാണ്, കൂടുതൽ ചിന്താഗതികൾ കൊണ്ടായിരിക്കും. എനിവേ എന്തായിരിക്കും നമുക്കറിയില്ല. അത് പല തലത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്, അത് നമ്മുടെ വിഷയമല്ല. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ എന്താ, അപ്പം അങ്ങനെയുള്ള കേസിൽ ആർക്കൊക്കെ കൊറോണ ഉണ്ട് എന്നുള്ളത് ഒരു സർവേ നടത്തണമെങ്കിൽ അത് കോൺഫിഡൻഷ്യലായിട്ട് ചെയ്യാൻ പറ്റില്ല, ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ഒരു ആളുടെ സാമ്പത്തിക, അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെ സാമ്പത്തിക സ്ഥിതി, അല്ലെങ്കിൽ അവരുടെ ലാൻഡിന്റെ പ്രോപ്പർട്ടി, അതിപ്പോൾ കോൺഫിഡൻഷ്യൽ ആയിക്കൊള്ളുന്നില്ല. ആൾക്കാർക്ക് അറിഞ്ഞുകൊണ്ട് ഇപ്പം എന്താ കുഴപ്പം? അത് പൊതുവെ ഇപ്പോൾ ഭൂമി, സ്വത്ത്, സാധനങ്ങളൊക്കെ ഓരോരുത്തർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ സൗകര്യം പോലെ ചെയ്യാം. ജനറൽ പർപ്പസ് ഓർ സ്പെഷ്യൽ എൻക്വയറി. In general purpose inquiry, data which are useful for several purposes are collected. In special purpose inquiry, we collect data which are useful for analyzing a particular problem. മനസ്സിലായില്ല? അപ്പോൾ ജനറൽ പർപ്പസ് എൻക്വയറിയിൽ ഒരുപാട് പർപ്പസ് ഉപയോഗിക്കുന്ന ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യും. അതിൽ നിന്ന് സൂട്ടബിൾ ആയിട്ട് ഡേറ്റ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക ചെയ്യാം. പക്ഷെ സ്പെഷ്യൽ പർപ്പസ് എൻക്വയറിയിൽ നമ്മൾ ആ പർപ്പസിന് വേണ്ടി മാത്രമുള്ള ഡേറ്റ കളക്ട് ചെയ്യുമ്പോഴാണ് അതിനെ സ്പെഷ്യൽ പർപ്പസ് എൻക്വയറി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ 5 കാറ്റഗറി നിങ്ങൾക്ക് മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നു. നോക്കി, സെൻസസ് ഓർ സാമ്പിൾ എന്താണെന്ന് മനസ്സിലായി. ഒറിജിനൽ ഓർ റെപ്പറ്റീറ്റീവ്, ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്, ഓപ്പൺ ഓർ കോൺഫിഡൻഷ്യൽ, ജനറൽ പർപ്പസ് ഓർ സ്പെഷ്യൽ പർപ്പസ്. ഇനി പ്ലാനിങ് ആണ് ഇതിലെ ആദ്യത്തെ സ്റ്റേജ് നമ്മൾ പറഞ്ഞു. അതിൽ അടുത്തൊരു കാര്യമാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്സ്. ആ യൂണിറ്റ്സ് നമ്മൾ എടുക്കുമ്പോൾ ഇപ്പം നമ്മൾ ഡിസ്റ്റൻസിനെ പറ്റിയുള്ള യൂണിറ്റ് എടുക്കണമെങ്കിൽ ചില ഡിസ്റ്റൻസ് മില്ലിമീറ്ററിലായിരിക്കും, ചില ഡിസ്റ്റൻസ് കിലോമീറ്ററിലായിരിക്കാം, ചില ഡിസ്റ്റൻസ് മീറ്ററിലായിരിക്കാം, അല്ലേ? അപ്പോൾ എല്ലാത്തിനും പറ്റിയൊരു യൂണിറ്റ് നമ്മൾ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇടയ്ക്ക് യൂണിറ്റുകൾ മാറ്റാനും എന്തൊക്കെ തടസ്സം വരും. The statistical units to be used are conventionally fixed. It is well determined and well defined. Statistic units such as ton, gram, meter, etc. are used in every problem. Before commencing the work of collection, statistician has to define units of measurement. Statistical units are of two types: units of collection and units of analysis. The units of collection, those units which involve either counting or measurement, production of wheat in India. The unit of analysis, those units in which statistical data are analyzed and interpreted.
They are useful for the purpose of comparison. Example, ratios, percentages, etc. അതായത് വീറ്റ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ വീറ്റ് കൺസംഷൻ അതൊക്കെ എടുക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ടുള്ള അളവുകൾ കിലോഗ്രാമിൽ ഒക്കെ എടുക്കേണ്ടി വരും. യൂണിറ്റ് അല്ലെങ്കിൽ ടണ്ണിലോ കിലോഗ്രാമിലോ കിൻഡലിലോ ഒക്കെ നമ്മൾ പറയേണ്ടി വരും. യൂണിറ്റ്സ് ഓഫ് കളക്ഷൻ. യൂണിറ്റ്സ് ഓഫ് അനാലിസിസോ, അപ്പോൾ കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും വീറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 2:1 റേഷ്യോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന്റെ ഇരട്ടിയാണ്. അത് കമ്പാരിസന് വേണ്ടി അത് വളരെ എഫക്റ്റീവാണ് 2:1 എന്ന് പറയുമ്പോൾ. അത് മനസ്സിലായല്ലോ അല്ലേ? ഈ വർഷത്തെ കൺസംഷനും അല്ലെങ്കിൽ വീറ്റ് പ്രൊഡക്ഷൻ എന്ന് വിചാരിക്കും. ഈ വർഷത്തെ വീറ്റ് പ്രൊഡക്ഷനും കഴിഞ്ഞ വർഷത്തെ വീറ്റ് പ്രൊഡക്ഷനും തമ്മിലുള്ള റേഷ്യോ 2:1 എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തിന്റെ ഇരട്ടിയാണെന്ന് അർത്ഥം. അപ്പോൾ അനാലിസിന് വേണ്ടി ഇങ്ങനെ റേഷ്യോസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ, പെർസെൻറ്റേജ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് ഈ പറഞ്ഞ കിലോഗ്രാമോ ടണ്ണോ ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, ഈ 2 യൂണിറ്റ്സ് റേഷ്യോ എടുക്കുമ്പോൾ യൂണിറ്റ്സ് ക്യാൻസൽ ചെയ്ത് പോകും. അത് മനസ്സിലായല്ലോ? Then essential of statistical units. Statistical units must be simple, clear and well defined so that it is not misunderstood or misinterpreted. Self-explanatory ആണ് ഞാൻ പറഞ്ഞു പോവാണ്. The statistical units should be stable over a sufficiently long period. കുറച്ച് കാലത്തേക്കെങ്കിലും അത് ആ യൂണിറ്റ്സ് ഉപയോഗിക്കാൻ പറ്റണം. 3. The unit should be appropriate to the inquiry. When the units are defined, be ensured that it is completely suits the purpose of inquiry. നമ്മുടെ പർപ്പസിന് ഉപയോഗപ്പെടുന്നുള്ള യൂണിറ്റ് ആണ്, നമ്മൾ ഉറപ്പുള്ള യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. Unit should be homogeneous. Unit should be uniform throughout the inquiry to avoid difficulties and wrong conclusions. അതായത് എല്ലാ യൂണിറ്റ് എപ്പോഴും ഒരുപോലെ എടുക്കണം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഡിസ്ട്രിക്റ്റിലെ തൃശ്ശൂർ ജില്ലയിലെ അരിയുടെ ഉപയോഗം, ഓരോ ദിവസവും അരിയുടെ ഉപയോഗം ചിലർ ഗ്രാമിൽ ഉപയോഗിക്കുക, വളരെ കുറച്ച് ആവശ്യമായ വളരെ കുറച്ച് അരിഭക്ഷണം കഴിക്കാൻ, കുറവ് കഴിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ 100 ഗ്രാം അരിക്ക് ഒരു ദിവസം ആവശ്യം വരുള്ളൂ. ചിലർക്ക് ഒരു വീട്ടിൽ ഒരു 1.5 കിലോ വെക്കേണ്ടി വരും. ഈ വലിയ മെമ്പേഴ്സൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ അതിൽ കൂടുതൽ വന്നേക്കാം ഒരു ദിവസം. അപ്പോൾ 10 കിലോ വരുന്ന കേസുകളുണ്ട്. ഇനി ഒരു കമ്മ്യൂണിറ്റി ഹോസ്റ്റലാണെങ്കിലോ ചിലപ്പോൾ ഒരു കിൻഡൽ അരിക്ക് വന്നേക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താ, ചിലവിടെ കിൻഡല്, ചിലതിൽ കിലോ, ചിലതിൽ ഗ്രാം. അത് മനസ്സിലായില്ലേ? അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും എല്ലാത്തിനും പറ്റിയ യൂണിറ്റ്സ് ഒരെണ്ണം ഉപയോഗിക്കണം. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ കിലോഗ്രാം സെലക്ട് ചെയ്താൽ കിൻഡലായാലും ഗ്രാം ആയാലും ഫ്രാക്ഷൻ വേണമെന്നല്ലേ ഉള്ളൂ, ചൂസ് ചെയ്യാലോ. അപ്പോൾ എല്ലാത്തിനും അങ്ങനെ ഗ്രാമിലെടുത്താലോ കിൻഡലൊക്കെ വരുമ്പോൾ കണ്ടമാനം വലിയ വാല്യൂ വരും. അപ്പോൾ അത് നമുക്ക് സൂട്ടബിൾ ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. Degree of accuracy. അടുത്തൊന്ന്, an absolute accuracy is impossible in majority of statistical investigation. So, decision about the degree of accuracy should be made with regard to the purpose of investigation and the nature of inquiry. Example, the degree of accuracy needed by a grain merchant in weighing grain is much less than needed by a goldsmith in weighing gold. മനസ്സിലായല്ലേ? അതായത് ഒരു അരി കച്ചവടക്കാരൻ അരി തൂക്കം പിടിക്കുമ്പോൾ കുറച്ചൊക്കെ വേരിയേഷൻ വന്നാലും കുറച്ച് കൂടി നഷ്ടം വന്നാലും മുൻതൂക്കം എന്ന് പറയും, മുൻതൂക്കം ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ വിറക് തൂക്കം പിടിക്കുമ്പോഴും കുറച്ച് മുൻതൂക്കം എന്ന് പറഞ്ഞാൽ കൃത്യം വെയിറ്റിനേക്കാൾ സ്വല്പം കൂടുതൽ ഇട്ട് കൊടുക്കും. അരി പിടിക്കുമ്പോഴും വിറക് പിടിക്കുമ്പോഴും അല്ലെങ്കിൽ വലിയ സാധനങ്ങൾ. പക്ഷെ സ്വർണത്തിന്റെ കേസിൽ അത് പറ്റുമോ? ഗ്രാമിന് എത്ര വില? 4000 മേലെയാണ്. അപ്പോൾ ഒരു 1/2 മില്ലിഗ്രാം അല്ലെങ്കിൽ 1 മില്ലിഗ്രാം കൂടിയാൽ തന്നെ അതിന്റെ വിലയുണ്ട്, നടക്കില്ല. പക്ഷെ മനസ്സിലായല്ലോ അല്ലേ? Then cost of the plan. An estimate of the cost of the money must be prepared before the commencement of the inquiry. Preparation of the cost estimate will avoid wastage of resources. അത് മനസ്സിലായല്ലോ? നമ്മൾ എൻക്വയറി നടത്തുമ്പോൾ അതിന് എത്ര ചെലവിൽ നടത്തണമെന്ന് ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ഓരോ സ്റ്റേജും പ്ലാൻ ചെയ്യാം. ഡേറ്റ കളക്ഷൻ എത്ര, അനാലിസിസ് എത്ര എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്യാം. അല്ലെങ്കിൽ എന്താ കുഴപ്പം, ചിലയിടത്ത് ഡേറ്റ വളരെ കൂടുതൽ കളക്ട് ചെയ്തു, ചിലർ കുറച്ച് കളക്ട് ചെയ്തു. അപ്പോൾ ആദ്യം കൂടുതൽ ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ കൂടുതൽ ചിലവ് വന്നിട്ടുണ്ടാവാം. അവസാനം എന്തൊക്കെ പൂർത്തിയാവേണ്ടി വരും, അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ ഡേറ്റ കളക്ട് ചെയ്ത് അതൊക്കെ പാഴ്ചെലവാകുകയും ചെയ്യും. The data to be collected depends upon the type of inquiry decided. They are of 2 types, primary data and secondary data. നമ്മൾ ഓൾറെഡി പറഞ്ഞതാ പ്രൈമറി ഡേറ്റ എന്താണ്, സെക്കൻഡറി ഡേറ്റ എന്താണ്. എന്താ പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത്? പ്രൈമറി ഡേറ്റ ആർ ദോസ് കളക്റ്റഡ് ബൈ ദി ഇൻവെസ്റ്റിഗേറ്റർ ഹിംസെൽഫ് ഫോർ ദ ഫസ്റ്റ് ടൈം ഫോർ എ സ്പെസിഫിക് പർപ്പസ് ആൻഡ് ദസ് ദേ ആർ ഒറിജിനൽ ഇൻ ക്യാരക്ടർ. മുമ്പ് പറഞ്ഞതല്ലേ? അഡ്വാൻറ്റേജസ്, പ്രൈമറി ഡേറ്റ ആർ ട്രൂത്ത്ഫുൾ ആൻഡ് സ്യൂട്ട് ദ പർപ്പസ്. ഡിസഡ്വാൻറ്റേജസ്, ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിങ്. നേരിട്ട് കളക്ട് ചെയ്ത് വരുമ്പോൾ, നേരിട്ട് വിളിച്ച് കളക്ട് ചെയ്യുമ്പോൾ ചിലവും കൂടും, ഒപ്പം സജഷൻ നേരിട്ട് ചില സ്ഥലത്ത് പോകേണ്ടി വരും, അത് സമയം കൂടുതലും വരും. സെക്കൻഡറി ഡേറ്റ. Secondary data are usually in the form of finished products. It is the data collected by someone else
used by the investigator for his purpose. Advantages: it is less expensive, less time consuming. Disadvantages: it may contain errors arising out of erroneous definitions of statistical units, inadequacy of the sources of information, and bias of the person who collected the data. കളക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് താല്പര്യം അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ കുട്ടികൾക്ക് മാർക്ക് കുറയുമ്പോൾ ഭയങ്കര വിഷമം. പൊതുവെ കുട്ടികൾ പഠിച്ചാലേ കിട്ടുള്ളൂ, ഞാൻ പോയി പരീക്ഷ എഴുതിയിട്ട് കാര്യമില്ല. അപ്പം ഞാനിങ്ങനെ ഒരു മാർക്കിൻ്റെ എൻക്വയറി നടത്തണമെങ്കിൽ, തോറ്റ കുട്ടികൾ എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയ കുട്ടികളുണ്ടെങ്കിൽ, മാഷ് ഞാൻ നല്ലോണം പഠിച്ചാൽ എനിക്ക് 2 മാർക്ക് കൊണ്ട് കിട്ടിയും ജയിച്ചേനെ, എനിക്ക് 16 മാർക്കുണ്ട് 18 കിട്ടിയും ജയിച്ചേനെ എന്ന് പറയുമ്പോൾ അവരെ ഞാൻ പതുക്കെ എന്ത് ചെയ്യും, 18 മാർക്കാക്കി ജയിപ്പിച്ച് ഒരു പക്ഷേ വിട്ടേക്കും. അങ്ങനെ വിടില്ല, കാരണം എനിക്ക് മാർക്ക് കുറഞ്ഞ വിഷമമുണ്ടെങ്കിലും വെറുതെ മാർക്ക് ഇട്ട് ജയിപ്പിക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല. എന്നിരുന്നാലും ഈ എൻക്വയറി നടത്തുന്ന കേസിൽ ഞാൻ 2 മാർക്ക് വെറുതെ വേണമെങ്കിൽ ഇട്ട് കൊടുത്തേക്കും. ആശയം മനസ്സിലായില്ല? അല്ലെങ്കിൽ ഞാനല്ലെങ്കിൽ വേറൊരാൾ ഇട്ട് കൊടുത്താൽ പ്രശ്നമായില്ലേ? അപ്പം അങ്ങനെ ബയസിങ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അപ്പം ജയിച്ചു, അപ്പോൾ കണക്ക് മാറി, തോറ്റവരെ ജയിച്ചവരെ എണ്ണൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറിയിൽ വരുമ്പോൾ പ്രശ്നമായി. അത് വരാൻ പാടില്ല എന്നാണ് ഉദ്ദേശിച്ചത്. Then collection of primary data. Important methods of collection of primary data are direct personal investigation. Investigator collects data personally on the spot in the following situations: when the area of investigation is limited, where high degree of accuracy is required, when results are to be kept confidential, area of investigation is complex. Okay, ഇതിൻ്റെ മെറിറ്റുകളാണ്. മെറിറ്റ്സ് ഓഫ് പ്രൈമറി ഡേറ്റ: ഒറിജിനൽ ഡേറ്റ, റിലയബിൾ ഇൻഫർമേഷൻ ആയിരിക്കും. തേർഡ് വൺ, യൂണിഫോമിറ്റി. ഇനി കളക്ട് എല്ലാവരും ഒരേ യൂണിറ്റ് ഉപയോഗിക്കുമ്പോഴും എല്ലാവരും ഒരേ തരത്തിൽ ചെയ്യുമ്പോഴും യൂണിഫോമിറ്റി എല്ലാ കേസിലും വരും. ദെൻ ആക്യുറേറ്റ് ഇൻഫർമേഷൻ, നാലാമത്തെ ആക്യുറേറ്റ് ഇൻഫർമേഷൻ. ഞാൻ ഡിമെറിറ്റ്സ് ആണ് അടുത്തത്. ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് വെൻ ദ ഏരിയ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇസ് വെരി ലാർജ്. ഇൻവെസ്റ്റിഗേറ്റർ നേരിട്ട് കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ്. ഇപ്പോൾ ഒരു ഇന്ത്യ മഹാരാജ്യം മുഴുവൻ സർവേ നടത്തണമെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റർക്ക് എത്ര കാലം പിടിക്കും? ഒരു 1000 കൊല്ലം 2000 കൊല്ലം എടുത്താലും കഴിയില്ല. അപ്പോൾ അയാളുടെ ആയുസ് തീർന്നു പോകും. അപ്പോൾ പകരം ആളുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള എന്യൂമറേറ്റർമാരെന്ന് പറയും. പകരം ഡിപ്ലോയ്മെന്റ് നടക്കും. എല്ലാ പഞ്ചായത്തിലേക്കും ഓരോ എന്യൂമറേറ്റർമാർ വിടും. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ പഞ്ചായത്തിലും ഓരോ എന്യൂമറേറ്റർ ഈ സ്റ്റാറ്റിസ്റ്റിഷ്യന് വേണ്ടിയിട്ട് സർവേ നടത്തിക്കൊള്ളും. അത് മനസ്സിലായല്ലോ. മോർ എക്സ്പെൻസീവ്, ടൈം കൺസ്യൂമിങ്. എക്സ്പെൻസീവ് ആണുള്ള കാരണം എന്താ? കൂടുതൽ ആൾക്കാർ ഏരിയയെ കൂടുന്നതനുസരിച്ച് ചിലവ് കൂടി വരും. അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിഷ്യൻ നേരിട്ട് അല്ലെങ്കിൽ ശമ്പളം കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ചിലവ് കൊടുക്കണ്ടേ, അത് സമയം പിടിക്കുകയും ചെയ്യും. ടൈം കൺസ്യൂമിങ്. ചാൻസ് ഓഫ് പേഴ്സണൽ ബയസ് ഇസ് മോർ. അതിന് പേഴ്സണൽ ബയസ് ബന്ധപ്പെടാൻ ആളുകൾ ഇപ്പോൾ അന്വേഷണം നടത്തുന്ന ആളായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. Informations are collected from third parties who are in touch with the facts under inquiry, who are known as witnesses. This method is applied when the area of investigation is vast, the informants are unwilling to supply the information. നമ്മൾ പറഞ്ഞ ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. ഇവിടെ നമ്മൾ നേരിട്ട് ചോദിച്ചാൽ പറയാത്ത പല കാര്യങ്ങളും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മീൻ കച്ചവടത്തിൻ്റെ ഒരു സർവേനെ നടത്തുന്നത്. അത് മനസ്സിലായല്ലോ. ഇപ്പം മീൻ വിൽക്കാൻ പോകുന്ന ഒരാൾ, അല്ലെങ്കിൽ പച്ചക്കറി ആയിക്കോട്ടെ, പച്ചക്കറി വിൽക്കാൻ പോകുന്ന ഒരാൾ, അയാൾക്ക് ഈ പച്ചക്കറിയെ പറ്റിയുള്ള അഭിപ്രായം, കൂടുതൽ ചിലവാണ് പച്ചക്കറി, ഇതൊക്കെ ഈ നേരിട്ട് ആൾക്കാർക്ക്, കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയാവൂ. നേരെ മറിച്ച് ഒരു കർഷകൻ ഇതിനെപ്പറ്റി വലിയ അറിയുമോ? ഇപ്പോൾ തമിഴ്നാട്ടിലാണ് പച്ചക്കറി കൂടുതലും കൃഷി ചെയ്യപ്പെടുന്നത്. ഈ പച്ചക്കറി ഏജന്റുമാർ ഇത് കച്ചവടം ചെയ്ത് ലോറിയിൽ കയറ്റി കൊണ്ടുവന്ന് നമ്മുടെ ഇവിടുത്തെ ഹോൾസെയിൽ ഏജന്റുമാർക്ക് കൊടുത്ത്, ആ ഏജന്റുമാർ റീറ്റെയിലുകാർക്ക് കൊടുത്ത്, റീറ്റെയിലുകാർ കടയിൽ കൊണ്ടുവന്ന് നാട്ടുകാർക്ക് അല്ലെങ്കിൽ വീട്ടുകാർക്ക് വിതരണം ചെയ്യുന്നു. അപ്പോൾ വീട്ടുകാരുടെ താല്പര്യം, വീട്ടുകാരുടെ അഭിപ്രായങ്ങൾ ഈ കൃഷിക്കാരന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പച്ചക്കറി വിൽക്കുന്ന എല്ലാ ഏരിയയിലും വന്ന് അന്വേഷിക്കേണ്ടി വരും. നടക്കുമോ? നടക്കില്ല. അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിഷ്യൻ അന്വേഷിക്കണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിഷ്യൻ വന്ന് നടക്കില്ല. അപ്പോൾ ഈ പച്ചക്കറി മേടിക്കുന്ന ആൾക്കാരായിട്ട് നേരിട്ട് ഇടപെടുന്ന കുറേ ആൾക്കാരോട് വിവരങ്ങൾ ചോദിച്ചറിയും. അതായത് ഇപ്പോൾ തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിൽ പച്ചക്കറി കൊണ്ടുവരുന്ന മെയിൻ ഏജന്റുമാർ അവിടെ വെച്ചാണ് റീറ്റെയിൽ ഏജന്റുമാർക്ക് സാധനം കൈമാറുന്നത്. അപ്പോൾ അവിടെ റീറ്റെയിൽ ഏജന്റുമാരെ കാണാൻ പറ്റും. അപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിഷ്യൻ അവിടെ വന്നാൽ റീറ്റെയിൽ ഏജന്റുമാരോട് ചോദിക്കും, നാട്ടുകാർ അല്ലെങ്കിൽ വീട്ടുകാർ ഏത് തരം പച്ചക്കറികൾ മേടിക്കണേ, പച്ചക്കറികൾ 2-3 തരം പയറുണ്ടെങ്കിൽ ഏത് പയറിന് ഡിമാൻഡ് കൂടുതൽ, ഏതിനാണ് വില കുറവുള്ളത്, അപ്പോൾ ആൾക്കാർ വില അനുസരിച്ച് പച്ചക്കറി സെലക്ട് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റീറ്റെയിലേഴ്സിനോട് ചോദിച്ചാൽ അവർക്കറിയാൻ പറ്റും. അപ്പോൾ അത് ഈ വാങ്ങിക്കുന്ന കൺസ്യൂമേഴ്സിനോട്, അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന് ചോദിക്കേണ്ട കാര്യം അറിയാവുന്ന റീറ്റെയിൽ ഏജന്റുമാരുണ്ട്, അവരോട് ചോദിച്ചാലും മനസ്സിലാവും. അത് മനസ്സിലായാലോ? ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയും.
അപ്പോൾ നമുക്ക് കുറച്ചധികം സ്ഥലത്തേക്ക് പോകേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഈ വീട്ടുകാരോട് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിനോട് നിങ്ങൾ എന്താ ഈ പച്ചക്കറി മേടിക്കാനുള്ള കാരണം, അപ്പോൾ അത് നല്ലതല്ല, അത് മേടിക്കാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ പറയണമെന്നില്ല, ഇൻഫർമേഷൻ അവർ ഡിസ്ക്ലോസ് ചെയ്യില്ല. അത് ചേട്ടാ അന്ന് ചിരിച്ചു കളയും, ചിരിച്ചു പോകും, അതങ്ങനെയൊന്നുമില്ല, നമുക്ക് തോന്നി അങ്ങനെയെന്നൊക്കെ പറയും. അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ അതിന്റെ മെറിറ്റ്സ് ആണ് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് വെൻ ദ ഏരിയ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇസ് ലാർജ്, ഇറ്റ്സ് എക്കണോമിക്കൽ ആൻഡ് സേവ്സ് ടൈം, ഇറ്റ് ഇസ് സിമ്പിൾ ആൻഡ് കൺവീനിയൻറ്റ്. ഡിമെറിറ്റ്സ്, ദ റിസൾട്ട്സ് ആർ നോട്ട് ഓൾവേസ് ട്രൂ. ഇപ്പോഴും റിസൾട്ട്സ്, കാരണം എന്താ, നമുക്ക് ഡേറ്റ് തരേണ്ട ആൾക്കാർക്ക് വേണ്ടി വേറെ ആൾക്കാരിൽ നമ്മൾ ഡേറ്റ് എടുക്കണേ, ഇപ്പോൾ എറർ വരാം. റിസൾട്ട്സ് ആർ നോട്ട് ഓൾവേസ്, മെജോറിറ്റി കേസിൽ ആക്യുറേറ്റ് ആയിരിക്കും. റിസൾട്ട്സ് ആർ നോട്ട് ഓൾവേസ് ട്രൂ. ദ ഇൻഫോർമൻസ് ആർ നോട്ട് സീരിയസ് ഇൻ ഫർണിഷിംഗ് ഇൻഫർമേഷൻ. ഇനി ഷെഡ്യൂൾസ് ആൻഡ് ക്വസ്റ്റനെയർ മെത്തഡാണ് മൂന്നാമത്തെ. പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുന്ന അടുത്ത ടെക്നിക്കാണ് ഷെഡ്യൂൾസ് ആൻഡ് ക്വസ്റ്റനെയർ മെത്തഡ്. അത് എനിക്ക് തോന്നുന്നു അടുത്ത ക്ലാസ്സിൽ മതിയാവും എന്ന് എനിക്ക് തോന്നണേ. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ ആയി കാണില്ലേ അല്ലേ, ഒരു 20 മിനിറ്റ് ഏകദേശമൊക്കെയാണ് നമ്മുടെ വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. കാരണം വെച്ചാൽ സിലബസ് ഫൈനലൈസ് ചെയ്ത് വരണേ ഉള്ളൂ. അത് മാത്രമല്ല കൂടുതൽ ക്ലാസ് എടുത്തിട്ടും കാര്യമില്ല, നിങ്ങൾ ഇതിൻ്റെയൊക്കെ നോട്ട്സ് തയ്യാറാക്കണം. ഈ പാർട്ടുകളൊക്കെ ഞാൻ ജസ്റ്റ് കടന്നു പോവുള്ളൂ. ഇനിയുള്ള പാർട്ടുകൾ കുറച്ചുകൂടി എന്താ പറയുക ബോറടിപ്പിക്കുന്ന കുറച്ച് ഏരിയകളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ കടന്നു കളയും. അത് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് തരിക ചെയ്യാം അല്ലേ. തൽക്കാലം അപ്പം ഞാൻ നിർത്താണ്. ഓക്കെ, താങ്ക് യു വൺസ് അഗെയിൻ.